അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഒരു ദിവസം അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ ഉണ്ടല്ലോ വിശന്ന് ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. കളി കഴിഞ്ഞു, ഗോപന്മാരൊക്കെ പോയി, പശുക്കളൊക്കെ പുല്ല് തിന്നാൻ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണന് വിശപ്പുണ്ടോ എനിക്ക് എന്നിങ്ങനെ തോന്നി. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം കണ്ണന് തോന്നി, അയ്യോ ഏട്ടൻ പോയല്ലോ, ഏട്ടൻ കൂട്ടുകാരോടൊപ്പം പുറമേക്ക് പോയി, പൂവാലികളൊക്കെ പുല്ല് തിന്നാൻ പോയി. എൻ്റെ കൂട്ടുകാരാണെങ്കിൽ അവരൊക്കെ കളിക്കാൻ പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ ഒറ്റയ്ക്കായല്ലോ. അപ്പോൾ എനിക്ക് വിശക്കണുണ്ടോ അമ്മേ? അപ്പോൾ അടുക്കളയിലുണ്ടായിരുന്ന അമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മേ കണ്ണനൊന്നും കഴിച്ചിട്ടില്ലേ രാവിലെ? അതേലോ കണ്ണാ, കണ്ണൻ തന്നല്ലോ അമ്മ. ഉരുളപ്പലഹാരം തന്നു, പഴം തന്നു, വെണ്ണ തന്നു, പാല് തന്നു, എല്ലാം തന്നില്ലേ കണ്ണന്? കണ്ണൻ അതൊക്കെ ചടുമുടോന്ന് പറഞ്ഞിട്ട് വേഗം കഴിച്ച് തിരക്കിട്ട് വായ നിറച്ചിട്ട് ചവച്ച് ചവച്ച് കഴിച്ചിട്ട് കണ്ണൻ ബലരാമേട്ടനെയും കൂട്ടിയിട്ടല്ലേ കളിക്കാൻ പോയിരിക്കണത്. അങ്ങനെ കളിച്ച് കഴിഞ്ഞ് ഇപ്പം എത്ര സമയമായി? തിരിച്ചു വന്നപ്പോൾ കണ്ണന് ഇത്ര പെട്ടെന്ന് വിശന്നുവോ? ആയിക്കോട്ടെ, കണ്ണന് എന്താ ഇപ്പം വേണ്ടത് കഴിക്കാൻ? അമ്മ എനിക്ക് ഇത്തിരി അമ്മിഞ്ഞ തരുമോ കണ്ണന്? ഊണൊക്കെ ആവണ്ടേ, ഊണ് കാലമാവാൻ കുറച്ചുകൂടെ സമയം ഉണ്ടാവില്ലേ? അത്രയും നേരം ഈ കുഞ്ഞിക്കുമ്പ വിശക്കില്ലേ? കുഞ്ഞി കണ്ണനല്ലേ ഞാൻ. എനിക്കിത്തിരി അമ്മിഞ്ഞ തരൂ, അമ്മയുടെ കൂടെ മടിയിൽ ഇരിക്കുകയും ചെയ്യാം. രണ്ട് കാര്യമായില്ലേ? കണ്ണൻ്റെ ആ കുസൃതി നിറഞ്ഞ നോട്ടവും അമ്മേനെ ആ പാട്ടിലാക്കുന്ന ആ വിധമൊക്കെ കണ്ടപ്പം യശോദാമ്മയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഒരു കള്ള നോട്ടം എറിഞ്ഞിട്ട് യശോദാമ്മ കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കണ്ണൻ്റെ കുഞ്ഞി കൈ രണ്ടും ചേർത്ത് പിടിച്ച് തൻ്റെ ശരീരത്തോട് ചേർത്തിട്ട്, കണ്ണാ വരൂ, എന്നാ വരൂ, കണ്ണൻ അമ്മിഞ്ഞ തരാലോ. അങ്ങനെ അമ്മയുടെ മടിയിലിരുന്നിട്ട് കണ്ണൻ അങ്ങനെ അമ്മിഞ്ഞ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അമ്മയ്ക്ക് ഓർമ്മ വന്നത്. പറഞ്ഞു തീർന്നില്ല, പശു എന്നും പറഞ്ഞിട്ട് പാല് തിളച്ച് വീഴുന്നേ, അടുപ്പിലേക്ക് വീഴുന്നേ ആ ശബ്ദവും കേട്ടു. അയ്യോ കണ്ണ എന്നും പറഞ്ഞിട്ട് കണ്ണനെ പെട്ടെന്ന് താഴേക്ക് അവിടെ ഇരുത്തി യശോദാമ്മ ഓടി അടുക്കളയിലേക്ക് പോയി ആ തീ ഒന്ന് ചെറുതാക്കാൻ. അപ്പോഴോ കണ്ണനാണെങ്കിലോ അങ്ങനെ കുടിച്ച് സന്തോഷമായിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അമ്മയുടെ ആ പൊട്ടും നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ആ അളകങ്ങളും അമ്മയുടെ ആ മനോഹരമായ നോട്ടവും തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ കൈകളും ഒക്കെ തിരിപ്പിടിച്ചുകൊണ്ട് കണ്ണൻ അങ്ങനെ ഇരുന്ന് അമ്മിഞ്ഞ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോഴാണ് അമ്മ തന്നെ അവിടെ ഇരുത്തി വേഗം ഓടി അടുക്കളയിലേക്ക് പോയത്. ഇതെന്താപ്പത്? അങ്ങനെ കണ്ണൻ ഒന്ന് കരയാനായിട്ട് ഭാവിച്ചു. ഇതിപ്പോൾ എന്തിനാ കരയുന്നത്? അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അമ്മയോട് ശുണ്ഠിയോ ദേഷ്യമോ പരിഭവോ സങ്കടമോ എന്തൊക്കെയാ കണ്ണനെ ഒരുമിച്ച് അങ്ങോട്ട് വന്നതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും കണ്ണൻ എന്ത് ചെയ്തു എന്നറിയോ? ആ ദേഷ്യം തന്നെ അങ്ങോട്ട് പരിഭവവും കൂടി കൂട്ടിക്കലർത്തിയിട്ട് എന്ത് ചെയ്തു? അവിടെ കണ്ട് ആ കടകോലെടുത്തിട്ട് ഒരടി കൊടുത്തു അവിടെ വെച്ചിട്ടുള്ള ആ ഉറയിലുള്ള തൈരിൻ്റെ കുടം. തൈര് കലത്തിൽ നിറയെ വെണ്ണയെ തൈര് കലക്കി വെച്ചിട്ട് അതിലിങ്ങനെ ഉരുളയാക്കിയിട്ട് ഒരു ഭാഗത്ത് വെണ്ണ സൂക്ഷിച്ചിട്ടുണ്ടമ്മ. അതെടുത്ത് കൊണ്ടുപോയി ഉരുക്കി പാത്രത്തിലാക്കി വെക്കണം. അത്രയും പണി വേറെ ഉണ്ട്. എന്നിട്ട് ആ തൈരും കുടത്തിൽ കടകോല് കൊണ്ട് ആ ഒരു കുത്തു കൊടുത്തു കണ്ണൻ. അതാ ചെറപറോ എന്ന് പറഞ്ഞ് തൈരും പാലും വെണ്ണയും എല്ലാം കൂടെ ഒഴുകി വരണു. പാലിൻ്റെ കുടം അതിനടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ആടിയിട്ട് പോയി തട്ടിയിട്ട് അതും മറിഞ്ഞു. അങ്ങനെ തൈരും പാലും വെണ്ണയും എല്ലാം കൂടെ നിലത്ത് മറിഞ്ഞിട്ട് അവിടെ അഭിഷേകമായി. കണ്ണനാകെ അന്തം വിട്ടു. എന്നാലോ അങ്ങനെ വേണം അമ്മയ്ക്ക്, അങ്ങനെ എന്നെ അമ്മിഞ്ഞ തരുന്ന സ്ഥലത്ത് നിന്ന് ഓടിപ്പോവാൻ പാടുണ്ടോ അമ്മ? അങ്ങനെ പാപല്ലേ, കണ്ണനോട് ഇങ്ങനെ ചെയ്യാവോ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൻ. അപ്പോഴാണ് അമ്മ തിരിച്ചിങ്ങോട്ട് വന്നു നോക്കുമ്പം അടുക്കളയിൽ നിന്ന് പാലൊക്കെ വാങ്ങി വെച്ചു, തീയൊക്കെ അണച്ചു. അങ്ങനെ കണ്ണനെ
അമിഞ്ഞ കൊടുക്കാലോ എന്ന് പറഞ്ഞ് തിരിച്ച് വന്ന് നോക്കുമ്പോൾ കഥ കാണുന്നു. നാരായണ നാരായണ, എന്താ കണ്ണാ ഇത്? എന്തൊക്കെയാ ഇവിടെ നീ കാണിച്ചു വെച്ചത്? അവിടെ ആ വെണ്ണയുടെ ഉരുള നിലത്തുണ്ട്, തൈര് പടർന്ന് കിടക്കണു. അങ്ങനെ ആ തൈരൊക്കെ വാരി ഇങ്ങനെ കുറച്ചൊക്കെ കുടിക്കണു. ആ വെണ്ണ എടുത്തിട്ട് അരികെ നിൽക്കുന്ന ആ പൂച്ചയ്ക്ക് കൊടുത്തു. കുറച്ച് പോയിട്ട് കുഞ്ഞി കാലോണ്ട് നടന്ന് പോയിട്ട് എഴഞ്ഞെഴഞ്ഞ് പോയിട്ട് അവിടെ പുറമെയുള്ള ആ തത്തയ്ക്കും കാക്കയ്ക്കൊക്കെ കൊടുക്കാൻ ഭാവിച്ചു. അപ്പം ഉണ്ടായത് ദൂരെ ആ കൊമ്പിൽ നിന്ന് കുരങ്ങന്മാർ ഓടി വരണു. അപ്പോൾ കുറച്ച് ആ കുരങ്ങന്മാർക്ക് ദൂരേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു കണ്ണൻ കുഞ്ഞി കൈ കൊണ്ട്. അപ്പോൾ അവർ ചാടി അത് പിടിച്ചു. അങ്ങനെ എല്ലാവരും കഴിക്കുന്ന കൂട്ടത്തിൽ കണ്ണനും അവിടെ വാരി വാരി മേല് മുഴുവനാക്കി വായൽ മുഴുവൻ തൈരും വെണ്ണയായിട്ട് അങ്ങനെ ഇരുന്നിട്ട് നിസ്സഹായ ഭാവത്തിൽ അമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നു കണ്ണനോട്. ഇങ്ങനെയൊക്കെ ചെയ്യാവോ കണ്ണ? ഒരു നിമിഷ നേരമല്ലേ അമ്മയുടെ കണ്ണ് തെറ്റിയിട്ടുള്ളൂ. ഇങ്ങനെയാണോ നല്ല കുട്ടികളൊക്കെ ചെയ്യുക? കണ്ണൻ ഇപ്പോൾ നന്നായി കളിച്ച് വന്നതല്ലേ അവരുടെ കൂടെ. എന്നിട്ട് കണ്ണൻ ഇവിടെ ഇരിക്കുകയല്ലായിരുന്നോ മിടുക്കൻ നല്ല കുട്ടിയായിട്ട്? ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോഴാണ് യശോദാമ്മയ്ക്ക് സങ്കടമോ ദേഷ്യമോ ഒക്കെ വരണു. കണ്ണൻ അപ്പോൾ അത് കേട്ടിട്ട് കണ്ണന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്താ ഞാനിപ്പോൾ എന്താ ചെയ്തത്? എന്നെയല്ലേ അമ്മ പറ്റിച്ചത്? അങ്ങനെ കണ്ണനോട് യശോദാമ്മ പറഞ്ഞു, നിനക്ക് നല്ല അടിയുടെ കുറവുണ്ട് എന്ന് പറഞ്ഞ് കുഞ്ഞി കൈ രണ്ടും കൂടെ ചേർത്ത് പിടിച്ചിട്ട് നല്ല ഒരു ചെറിയ ചൂരൽ വടിയെടുത്തിട്ട് കണ്ണനെ അടിക്കാനങ്ങോട്ട് ഭാവിച്ചു. കണ്ണുരുട്ടി കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണനങ്ങനെ പിതുങ്ങി പിതുങ്ങി കരയാൻ തുടങ്ങി. അപ്പം തോന്നി വേണ്ട, കണ്ണനെ അടിക്കണ്ട, വേറൊരു ശിക്ഷ കൊടുക്കാം. അങ്ങനെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് അവിടെ ചെറിയൊരു കയറുണ്ടായിരുന്നു, അതിനൊന്നങ്ങോട്ട് കെട്ടി. എന്നിട്ട് ഉരളിനോട് ചേർത്തിട്ട് കണ്ണനെയും കെട്ടിയിടാം എന്നങ്ങ് ചിന്തിച്ചു. അപ്പോൾ അവിടെ ഒരു ഉരളുണ്ട്. നെല്ലൊക്കെ ആ ഗോപികമാരൊക്കെ വന്നിട്ട് നെല്ല് കുത്താനൊക്കെ സഹായിക്കാൻ അവിടെ പാകത്തിൽ അവിടെ വെച്ചിട്ടുള്ള ആ ഉരളിനോട് ചേർത്ത് കണ്ണനെ ഒന്ന് കെട്ടിയിടാം. എന്നാൽ അപ്പം പെട്ടെന്നൊന്നും ഓടിപ്പോവില്ലല്ലോ. കുറച്ചവിടെ അങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കട്ടെ, അതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞ യശോദാമ്മ അവിടെ കണ്ട കയറെടുത്തിട്ട് കണ്ണൻ്റെ കുഞ്ഞി വയറിന് അരയിൽ അങ്ങോട്ട് കെട്ടിയിട്ട് മറ്റേ അറ്റം ഉരളിനോടും കൂടി ചേർത്ത് കെട്ടാം എന്ന് വെച്ചിട്ട് ആ വളയുള്ള കൈകളൊക്കെ നല്ല ഭംഗിയുള്ള കൈകൾ വള കിലുക്കിക്കൊണ്ട് യശോദാമ്മ ആ കയറ് കെട്ടുന്നത് നോക്കി കണ്ണനങ്ങനെ ഇരുന്നു. എന്താ ഇപ്പം സംഭവിക്കാൻ പോണത്? ദുഃഖമുണ്ട്, എന്താമ്മ ചെയ്യുന്നത് കാണട്ടെ എന്നുള്ള ആ ക്ഷമയോടുകൂടി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴോ കണ്ണൻ്റെ ആ ഭാവം കണ്ടിട്ട് യശോദാമ്മയ്ക്ക് ഇത്ര അഹങ്കാരോ ഇവന് യാതൊരു കൂസലുമില്ലല്ലോ നോക്കൂ എന്നിങ്ങനെ തനിയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യശോദാമ്മ. അപ്പോഴാണ് അവിടെ ആ കയറ് കെട്ടാൻ നോക്കിയപ്പോൾ അതിന് നീളമില്ല, കുറച്ചിങ്ങോട്ട് ഒരു 2 വിരലിൻ്റെ നീളവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് കെട്ടിയിടായിരുന്നു. അപ്പോൾ അവിടെ വേറൊരു കയറുണ്ട്, ഗോപികേ അതൊന്ന് എടുത്തു തരുമോ? അപ്പോൾ അത് എടുത്തു കൊടുത്തു. അത് ഇതിനോട് ഏച്ച് കൂട്ടി കെട്ടിയിട്ട് അത് കെട്ടാൻ നോക്കി. എന്നിട്ടും അതേപോലെ 2 അങ്കുലം നീളത്തിൽ ആ 2 അങ്കുലം ചേർത്ത് വെച്ചുള്ള വീതി ഉള്ള സ്ഥലം ഒഴിവായിട്ട് അവിടെ എത്താത്ത ആ അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെയും വീണ്ടും കയറ് കൊണ്ടുവന്നു. രോഹിണിയമ്മ കൊണ്ടുവന്നു. ഗോപികമാരൊക്കെ അടുത്ത വീട്ടിലുള്ള ഗോപികമാരൊക്കെ വിളിച്ചു. അവരോടൊക്കെ കയറ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവരുടെ വീട്ടിലുള്ള കയറുകളൊക്കെ കൊണ്ടുവന്നു. അവിടെ അടുത്തുള്ള അമ്പാടിയിൽ ഉള്ള പ്രദേശത്ത് മുഴുവനുള്ള കയറുകൾ മുഴുവൻ കൊണ്ടുവന്ന് കൂട്ടി കെട്ടിയിട്ടിട്ട് ആ കണ്ണനെ ഉരലിനോട് കെട്ടാൻ നോക്കിയിട്ടൊന്നും സാധിക്കണില്ല യശോദാമ്മയ്ക്ക്. എന്നാൽ എന്താപ്പം ചെയ്യുക എന്നങ്ങനെ വിചാരിച്ച് ആ ഒരു പരവേശം, അതിനുള്ള ആ ശ്രമവും അധ്വാനവും ആ കിട്ടണം എന്നുള്ള ആ ചിന്തയും കണ്ണനോടുള്ള ദേഷ്യവും പരിഭവവും കാരണം യശോദാമ്മ കൊണ്ട് തളർന്ന് വശമായി. ഇങ്ങനെ യശോദാമ്മ പറയാണ്, കണ്ണാ നിനക്ക് ഇത്രയും ചെയ്തിട്ടൊന്നും നിനക്ക് മതിയായിട്ടില്ലേ?
എനിക്ക് സാധിക്കണില്ലല്ലോ നിന്നെ കെട്ടാൻ. എന്താ ഇതിങ്ങനെ? നീ ഓടിപ്പോകുമെന്ന് വെച്ചിട്ടല്ലേ ഞാൻ നിന്നെ കെട്ടിടാന്ന് വെച്ചത്. നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കല്ലോ. അപ്പം ഇത്തരം വികൃതികളൊന്നും നീ കാണിക്കില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് വീണ്ടും കെട്ടാൻ നോക്കിയപ്പോൾ സാധിക്കുന്നില്ല. അങ്ങനെ കുറേ ശ്രമിച്ചിട്ടും തളർന്ന് പരവശയായ യശോദാമ്മ അങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്ത് അവിടെ അല്പനേരം അവിടെ ഇരുന്നു. എന്താ ഇതിങ്ങനെ? അപ്പം കണ്ണന് തോന്നി, അയ്യോ എൻ്റെ അമ്മയല്ലേ, അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ വയ്യ. മതി അമ്മയെ കഷ്ടപ്പെടുത്തിയത്. അമ്മയ്ക്ക് അറിയാലോ, അമ്മയ്ക്ക് കെട്ടാൻ കഴിഞ്ഞില്ലല്ലോ, ഇനി അമ്മ കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ കണ്ണൻ മനസ്സിലങ്ങോട്ട് വിചാരിച്ചു, പരബ്രഹ്മല്ലേ, ഭഗവാനെ എങ്ങനെയാ ഒരു കയറുകൊണ്ട് കെട്ടുക? നമ്മളെ മനസ്സിലല്ലേ കെട്ടിടാൻ പറ്റുള്ളൂ. പരബ്രഹ്മത്തെ കെട്ടാൻ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഭക്തി വേണം. യശോദാമ്മയ്ക്ക് ആ മായയിൽ നിന്നങ്ങോട്ട് മോചിതയായി. ഞാൻ ഭഗവാന്റെ അമ്മയാണ് എന്നുള്ള ചിന്ത പോലും ഉണ്ടായിരുന്നില്ല ആദ്യമൊന്നും. എന്നാൽ ദേവലോകത്തുനിന്ന് മുഴുവൻ ആൾക്കാരും, ദേവഗുരു, ദേവന്മാര്, അസുരന്മാര്, ഗന്ധർവന്മാര്, ആ ദേവലോകത്തുള്ളവർ മുഴുവൻ ഈ രംഗം കണ്ട് അങ്ങനെ നോക്കി സന്തോഷിച്ച് ദുഃഖിച്ച് എല്ലാ വികാരങ്ങളും, അവരുടെ യശോദാമ്മയുടെ പരവേശം കണ്ടിട്ടുള്ള ദുഃഖം, കണ്ണൻ്റെ ആ വികൃതിത്തരം കണ്ടിട്ടുള്ള സന്തോഷം, പിന്നെ ആ പരബ്രഹ്മത്തെ കെട്ടിടാൻ നോക്കുന്ന ആ യശോദയുടെ വിഡ്ഢിത്തം ആലോചിച്ചിട്ടുള്ള ആ ഒരവസ്ഥയെല്ലാം കൂടെ ദേവന്മാരൊക്കെ ഇങ്ങനെ അയ്യോ യശോദാമ്മേ എന്താ ഈ കാണിക്കുന്നത്? അത്ഭുതത്തോടെ അവരങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കണ്ണൻ വിചാരിച്ചു, അമ്മ കെട്ടിക്കോട്ടെ. അങ്ങനെ ആ കയറ് നീളം മതിയായി. അങ്ങനെ യശോദാമ്മ ആ കണ്ണനെ ഉരലോട് അങ്ങോട്ട് കെട്ടിയിട്ടു, പരബ്രഹ്മത്തെ കെട്ടിയിട്ടു. ഹരേ നാരായണ എന്ന് ഏവരും ആ മനസ്സിൽ ഓർക്കേണ്ടുന്ന ആ സമയം ദേവന്മാർ പുഷ്പവൃഷ്ടി പൊഴിച്ചു. അവർ വാദ്യഘോഷങ്ങൾ മുഴക്കി. അവരെല്ലാം ഈ രംഗത്തെ കൈകൂപ്പിക്കൊണ്ട് നോക്കി നിന്നു. പിന്നീടാണ് അങ്ങനെ ആ കണ്ണൻ അവിടെ ആ ഉരല് മറച്ചിട്ടിട്ട് ഉരൽ ഉരുട്ടിയിട്ട് പോയിട്ട് ആ ഗോകുലത്തിൻ്റെ മുറ്റത്തേക്ക് തൊടിയിലേക്ക് അങ്ങോട്ട് ഇഴഞ്ഞ് മുട്ടുകാലിലങ്ങനെ നടന്നു പോയിട്ട് അവിടെ രണ്ട് വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി തട്ടിയിട്ട് ആ വൃക്ഷങ്ങൾ മരുതുവൃക്ഷങ്ങൾ നളകൂബരമണിഗ്രീവന്മാരായിട്ട് ഉയർന്നു നിന്ന കഥയൊക്കെ വരുന്നത്. അങ്ങനെ ആ ഭഗവാന്റെ ധാമത്തെ ദാമോദരനാക്കി മാറ്റിയ കഥ നമുക്ക് ഭക്തിയോടെ തന്നെ അനുസ്മരിക്കാം.